എൻ്റെ പേര് സന ഉസാമ. ഞാനൊരു ക്ലിനിക്കിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എയ്ഫറിൻ്റെ സൈബ്രിഡ്ജ് എന്നുള്ള കോഴ്സ് ചെയ്യുന്നത്. ഞാൻ എയ്ഫറിൻ്റെ ഒരുപാട് വെബിനാർസൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുവഴിയാണ് ഞാൻ എയ്ഫറിനെയും സൈബ്രിഡ്ജിനെയും കുറിച്ചൊക്കെ കേൾക്കുന്നത്. സോ സൈബ്രിഡ്ജിലുള്ള ഫാക്കൽറ്റീസിനൊക്കെ പേര് കേട്ടപ്പോഴേ, അവരുടെ ക്വാളിഫിക്കേഷൻ കണ്ടപ്പോഴേ എനിക്കതിൽ ചേരണമെന്ന് ഭയങ്കര ആഗ്രഹമായി. അങ്ങനെ അതിൻ്റെ രണ്ടാമത്തെ ബാച്ചിലായിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ചേർന്ന് പഠിക്കൽ തുടങ്ങിയപ്പോഴാണ്, അവർ വരുന്ന ഓരോ എക്സ്പീരിയൻസ് കേട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്, ഞാൻ ഇതുവരെ കൗൺസിലിങ്ങിൽ പഠിച്ചതല്ല ശരിക്കുള്ളത്. ഞാൻ പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഓരോ മെത്തേഡ്സും നമ്മൾ എങ്ങനെയാണ് ഓരോ ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഓരോ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ നോളജ് നമ്മൾക്ക് ബുക്ക് നല്ലാന്നുള്ള പുറത്തുള്ള നമ്മുടെ റിയൽ പീപ്പിൾസിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജ് എന്ന് പറയുന്നത് അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാക്കിയത്. ഞാൻ PG കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലിനിക്കിൽ കൗൺസിലറായിട്ട് എനിക്ക് കയറി ഒരാളെ മുന്നിലിരുന്ന്, ഒരു കൗൺസിലറായിട്ട് ഇരുന്ന് എനിക്കൊരു സെഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ എനർജി എന്ന് പറയുന്നത് ഈ സൈബ്രിഡ്ജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന നോളജ് തന്നെയാണ്. അല്ലാണ്ട് എൻ്റെ ബുക്കിൽ നിന്ന് കിട്ടിയ നോളജ് വെച്ചിട്ട് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു മോട്ടിവേഷൻ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ നോളജ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എന്നെ എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ സൈബ്രിഡ്ജിലെ ഫാക്കൽറ്റീസിനെ എടുത്ത് പറയുകയാണെങ്കിൽ ഓരോ ആളുകളും ഭയങ്കര സ്പെഷ്യലായിട്ട്, നമുക്ക് ഓരോരുത്തരുടെയും ക്ലാസ് ഡിഫറെൻറ്റ് ടോപ്പിക്കിലാണ്, ഡിഫറെൻറ്റ് ടൈപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ്, അതിൽ 2-3 ആളുകൾ നമുക്ക് IITയിൽ സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്നും എല്ലാ രീതിയിലും കിട്ടുന്ന എക്സ്പീരിയൻസ് മൊത്തം നമുക്ക് ലഭിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻ്റൽ സൈക്കോളജിയിൽ ഒരു പേപ്പർ തന്നെ എഴുതിയിട്ടുള്ള നമ്മുടെ ലിൻഡോ സാറിൻ്റെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ അടുത്ത് നിന്നൊക്കെയുള്ള എക്സ്പീരിയൻസ്, ഓരോരുത്തരും ഡിഫറെൻറ്റ് ടൈപ്പായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതും എല്ലാവരും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടാണ് നമ്മളടുത്ത്. അല്ലാണ്ട് അവർ ഭയങ്കര നോളജുള്ള ആളുകൾ നമുക്ക് എന്തോ എറിഞ്ഞു തരുന്ന പോലെയല്ല. അവർ നമുക്ക് മനസ്സിലായിട്ടേ അടുത്തയിലേക്ക് പോകൂ എന്നുള്ള രീതിയിൽ ക്ലാസ് എടുക്കുന്നവരാണ് എല്ലാവരും. സോ അതുകൊണ്ട് തന്നെ കോഴ്സിന് ചേർന്ന ആർക്കും ഒന്നും മനസ്സിലാവാതെ പോവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇനിയിപ്പോൾ PG കഴിഞ്ഞോ അല്ലെങ്കിൽ UG കഴിഞ്ഞോ നിൽക്കുന്ന സ്റ്റുഡൻസിന് കൺഫ്യൂഷൻ ഉണ്ടാവും. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ, ഞാൻ എങ്ങനെയാണ് കൗൺസിലിംഗ് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യാന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെയുള്ള ഒരു ബെസ്റ്റ് ചോയ്സാണ് ഞാൻ പറയുന്നത്. എല്ലാവരും സൈബ്രിഡ്ജിൽ ജോയിൻ ചെയ്താൽ എന്തായാലും നിങ്ങളെ കൺഫ്യൂഷൻസ് എല്ലാം മാറിക്കിട്ടും. എങ്ങനെയാണ് ഒരു ക്ലയൻറ്റിനെ മീറ്റ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും നല്ല വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് കിട്ടും. ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഇത് സഹായിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്.